ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആറ്റുവാശ്ശേരി പോലൊരു കുടുംബത്ത് പോയി നീയാണ് എന്റെ ഭാര്യ എന്ന് പറയുമ്പോ പ്രിയങ്ക ഇവിടെ നിൽക്ക്, ഇതാ നിന്റെ ഭാര്യ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി തന്നെ അയക്കുമെന്ന് കരുതിയോ? ഈ ഒരു സംഭവം ആ കുടുംബത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ടെൻഷൻ എന്താണെന്ന് നിനക്ക് മനസ്സിലാവൂ? ഒന്നും അറിയാതെ ഒരു സമാധാനമില്ല. തമ്മിൽ തല്ലുന്നവർക്ക് അതങ്ങ് ചെയ്താ മതി. കാത്തു നിൽക്കുന്നവരല്ലേ ടെൻഷൻ അടിക്കുന്നത്. ഇഷ്ടപ്പെട്ടിരുന്നവളും പോയി, കൂടെ ഉണ്ടായിരുന്നവളും പോയി. അതിനപ്പുറത്തൊന്നും നടന്നിട്ടില്ല. രഹസ്യം സൂക്ഷിക്കാൻ പഠിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും അവളെ തിരിച്ചയക്കാൻ പറ്റി. പക്ഷെ അത് ശാശ്വതമാണോ അമ്മേ? നമുക്ക് പ്രിയങ്ക മോളെ നിർബന്ധിക്കാൻ പറ്റും, രാധിക മോളെ അനുസരിപ്പിക്കാൻ പറ്റും. പക്ഷെ വരുണിന്റെ കാര്യം, ഇന്നു മുതൽ നീ പ്രിയങ്കയുമായി ജീവിക്കണമെന്ന് എഴുതി കൊടുത്ത അതവൻ അനുസരിക്കോ? യശോദേ, ഞാൻ ഒരുപാട് തലമുറകൾ കണ്ടവളാ. ഇഷ്ടമില്ലാത്ത സ്ത്രീകളെ പുരുഷന്മാർ വിവാഹം കഴിക്കുന്നതും ഇഷ്ടമില്ലാത്ത പുരുഷനെ സ്ത്രീ വേൽക്കേണ്ടി വന്നതും ആദ്യമായിട്ടൊന്നും അല്ല ഞാൻ കാണുന്നത്. അങ്ങനെയുള്ളവരെല്ലാ കാലത്തും പിരിഞ്ഞു ജീവിച്ചിട്ടുണ്ടോ? ഇല്ല. സാഹചര്യങ്ങൾ അവരെ അടുപ്പിക്കും, ഒന്നിച്ച് ജീവിപ്പിക്കും. വരുണിന്റെയും പ്രിയങ്കയുടെയും കാര്യത്തില് എനിക്ക് ആ വിശ്വാസമുണ്ട്. അമ്മ പറയുന്നത് പഴയ കാലത്തെ കാര്യ. മുതിർന്നവർ പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു വാക്ക് പോലും ചലിക്കാത്ത തലമുറയുടെ കാര്യം. വരുണും പ്രിയങ്കയൊന്നും ജീവിക്കുന്നത് അങ്ങനെ ഒരു കാലത്തിലല്ല അമ്മേ. തലമുറകൾ ഏതായാലും ബുദ്ധിയുള്ളവരാണ് ഈ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും നടത്തുന്നതും. ഒരു കാര്യം നീ ഓർത്തോ യശോദേ, രാധികയെക്കുറിച്ച് നീ എന്തൊക്കെ പറഞ്ഞു നടന്നാലും പ്രസംഗിച്ചാലും നീ പ്രസവിച്ച ഒരു മകളാ നിനക്കുള്ളത്. അത് നമ്മുടെ പ്രിയങ്കയാ. അവളുടെ ജീവിതത്തിന് വേണ്ടിയാ നീ എന്ത് ചെയ്യേണ്ടതും. അമ്മയുടെ കണക്കുകളല്ലല്ലോ എന്റെ മനസ്സിലുള്ളത്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും രാധിക എന്റെ അന്യാവില്ല. എന്നെ ആദ്യം അമ്മയെന്ന് വിളിച്ചവൾ, എന്നെ ആദ്യം ചേർത്ത് പിടിച്ചവൾ, അവൾക്കില്ലാത്ത അമ്മ സ്ഥാനം വേറെ ആർക്കും കൊടുക്കാൻ എനിക്ക് പറ്റില്ല. എന്നാ പിന്നെ ദേവനാരായണനോട് എല്ലാം അങ്ങ് തുറന്നു പറ. വേണ്ടമ്മേ, ആ ഭീഷണി ഫലിച്ചതാ. അതിന്റെ പേരില ഒരു അടിമയെ പോലെ രാധിക പ്രിയങ്കയുടെ കൂടെ വീണ്ടും കണിമംഗലത്തേക്ക് പോയിരിക്കുന്നത്. അതിനെ അമ്മ എടുത്ത് പ്രയോഗിക്കണ്ട, നാണക്കേടാ. അന്ന് ഇതൊക്കെ സംഭവിച്ച ദിവസം പ്രതികരിക്കുമായിരുന്നു ഞാൻ. മറന്നുകളയാൻ ശ്രമിച്ചത് എന്റെ തെറ്റാ. ഇനിയെല്ലാം ഈശ്വരൻ തീരുമാനിക്കട്ടെ. മോനെ, ഡാ, എനിക്ക് നിന്റെ ഈ കിടപ്പ് കാണുമ്പോഴാ ദേഷ്യം വരുന്നത്. ഇതെന്തിനാടാ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഒരു കിടപ്പ്? നഷ്ടപ്പെട്ടില്ലേ? ഒന്നിക്കാന്ന് വിചാരിച്ച നിമിഷത്തില് എല്ലാം കൂടി അവസാനിച്ചില്ലേ? ആദ്യം നീ ഒന്ന് എഴുന്നേറ്റിരുന്നേ, എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ആലോചിച്ച് എഴുന്നേക്കടാ. എഴുന്നേക്ക. ഇത്രയും കാലം നീ എന്തിനു വേണ്ടിയാ ശ്രമിച്ചുകൊണ്ടിരുന്നേ? അവളുടെ മനസ്സില് നിന്നോടുള്ള ഇഷ്ടം ഉണ്ടോ എന്ന് അറിയേ. അതവള് പറഞ്ഞോ? പറഞ്ഞോന്ന്? പറഞ്ഞു. അവളെ താലി കെട്ടിയത് നീയാണ്, അവളുടെ ഭർത്താവാണ് എന്ന് പറഞ്ഞോ? പറഞ്ഞു. പിന്നെ നീ എന്തിനാ പേടിക്കുന്നേ? അല്ല, ആറ്റുവാശ്ശേരി പോലൊരു കുടുംബത്ത് പോയി നീയാണ് എന്റെ ഭാര്യ എന്ന് പറയുമ്പോ പ്രിയങ്ക ഇവിടെ നിൽക്ക്, ഇതാ നിന്റെ ഭാര്യ എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി തന്നെ അയക്കുമെന്ന് കരുതിയോ? ഈ ഒരു സംഭവം ആ കുടുംബത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന
ടെൻഷൻ എന്താണെന്ന് നിനക്ക് മനസ്സിലാവൂ? നീ നിന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് കൊണ്ടാ നിനക്ക് മനസ്സിലാവാത്തത്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് മുത്തശ്ശി. രാധികയുടെ അമ്മ അവളെ കൈപിടിച്ച് തരാൻ തയ്യാറായിട്ട് പോലും അച്ഛനെ കുറിച്ച് ആലോചിച്ചിട്ട് അവള് ഒരു കുടുംബത്തിലെ പെൺകുട്ടി അവളുടെ കുടുംബത്തിനെ കുറിച്ചും അച്ഛനെ കുറിച്ചും ഒക്കെ നന്നായി ചിന്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാ അതൊരു നല്ല ഗുണമല്ലേ? അങ്ങനെയല്ലേടാ പെൺകുട്ടികൾ വളരേണ്ടത്. ഇപ്പൊ മുത്തശ്ശി എന്താ പറയുന്നേ? എടാ, രാധിക നിന്റേതാവാനുള്ള ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. അവരീ മറച്ചു വച്ചതൊക്കെ നിനക്കറിയാമെന്ന് നീ ബോധ്യപ്പെടുത്തിയല്ലോ. ഇനി രാധികയോട് നീ അടുക്കുന്നതിനോടോ സംസാരിക്കുന്നതിനോടോ അവർക്ക് ആർക്കെങ്കിലും എതിർപ്പ് പറയാൻ പറ്റൂ? പിന്നെ യശോദയുടെ കാര്യം, അവരൊരു പാവസ്ത്രീയ. ഇത്രയും കാലം അവരൊരു കാര്യം ഭർത്താവിൽ നിന്നും മറച്ചു വച്ചത് തന്നെ അത്ഭുതം. ഇനിയിപ്പോ ഇതുകൂടി കഴിഞ്ഞ നിലയ്ക്ക് കൃത്യമായൊരു അവസരം വരുമ്പോ ദേവനാരായണൻ തിരുമേനിയോട് യശോദ അത് പറഞ്ഞിരിക്കും. അങ്ങനെ പറഞ്ഞ ആ മനുഷ്യൻ ഉചിതമായൊരു തീരുമാനം എടുക്കില്ലേ? എത്രയോ ആളുകൾക്ക് പൂജിച്ചെടുത്ത പവിത്രമായ താലി കൈമാറിയിട്ടുള്ള ആളാ. അതിന്റെ മഹത്വം പറഞ്ഞുകൊടുത്തിട്ടുള്ള ആളാ. സ്വന്തം മകളുടെ കഴുത്തിൽ കിടക്കുന്ന താലിയോട് ആ ഉത്തരവാദിത്വം അദ്ദേഹം കാണിക്കില്ലേടാ? മുത്തച്ഛന്റെ സംസാരം കേട്ടാ തോന്നും ഒരു പ്രശ്നമില്ലാന്ന്. ഒരു പ്രശ്നവും ഇല്ല. അതുകൊണ്ട് തന്നെയാ ഈ പറയുന്നത്. എടാ, ഒന്നും ഇല്ലായ്മയെ കിടന്ന് നീന്തിയിരുന്ന നിനക്ക് പിടിച്ചു കയറാൻ ഒരു കച്ചിത്തുരുമ്പെങ്കിലും കിട്ടി. അത് ദൈവം തന്നതാ. അവള് പ്രാർത്ഥിക്കുന്ന ദൈവം. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്താ ചെയ്യുന്നറിയൂ? എന്താ പറ? എന്റെ പെണ്ണെന്നെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അവൾ ഇപ്പോഴും ചില തടങ്കലുകളിലാണ്. അത് മാറുന്നത് വരെ അവള് വേദനിപ്പിക്കാതെ ഞാനും സ്വയം വേദനിക്കാതെ കാത്തിരിക്കാമെന്ന് തീരുമാനിക്കും. അല്ലാതെ ഇങ്ങനെ തളർന്നു കിടക്കാനും മോങ്ങാനും ഒന്നും എന്നെ കിട്ടൂല. അപ്പൊ എല്ലാം മാറുന്നാണോ മുത്തശ്ശി പറഞ്ഞു വരുന്നത്? മാറാതെ പിന്നെ എവിടെ പോവാനാ? നീ പേടിച്ചപ്പോഴൊക്കെ ഞാൻ നിനക്ക് ധൈര്യം തന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് സംഭവിക്കുകയും ചെയ്തു. എടാ, ദൈവങ്ങൾ എല്ലാവരും കൂടി അവധിയെടുത്താലും നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ഈ ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യനെ കൊണ്ടും പറ്റില്ല. മനസ്സിലായോ നിനക്ക്? മുത്തശ്ശി ഇങ്ങനെ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണം. ഇപ്പൊ എന്റെ മനസ്സും തണുത്തിട്ടുണ്ട്. മുത്തശ്ശി പറഞ്ഞത് ശരിയാ. അയാൾ വേദനിക്കാതിരിക്കണം, ഞാനും സ്വയം വേദനിക്കാതിരിക്കണം.